നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് യുഡിഎഫിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റും ജില്ലാ കലക്ടറേറ്റുകളും യുഡിഎഫ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് എസ് അനീഷ് കുമാറും കോഴിക്കോട് നിന്ന് വിനേഷ് കുമാറും ചേരുകയാണ്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, തിരുവനന്തപുരത്ത് ആരൊക്കെയാണ് ഉപരോധത്തിന് നേതൃത്വം നൽകുന്നത്? വിശദാംശങ്ങൾ. പ്രമുഖ യുഡിഎഫ് നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. മറ്റ് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും എല്ലാവരും സമരത്തെ, സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ യുഡിഎഫ് നേതാക്കൾ സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രധാനമായി പ്രളയത്തിന് ശേഷമുള്ള ഭരണസമരം ഉന്നയിച്ചാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുന്നത്. ഇതോടൊപ്പം വിശ്വാസികൾക്ക് നേരെ LDF സർക്കാർ വഞ്ചന കാണിച്ചു എന്നും ക്രമസമാധാനം പൂർണ്ണമായി സംസ്ഥാനത്ത് തകർന്നു എന്നും വിഷയങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 3 വിഷയങ്ങളാണ് പ്രധാനമായി UDF ഈ ഒരു സമരത്തിന് ഉന്നയിക്കുന്നത്. വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പരിസരം ഇപ്പോൾ വേദിയാകുന്നത്. കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെ ബാക്കി എല്ലാ ഗേറ്റും ഇപ്പോൾ യുഡിഎഫ് നേതാക്കൾ പൂർണ്ണമായി വളഞ്ഞിട്ടുണ്ട്. ഒരാളെയും അകത്ത് കയറ്റിവിടാത്ത രീതിയിൽ പൂർണ്ണമായി ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. 11 മണിയോടുകൂടി ഉദ്ഘാടന ശേഷം അറസ്റ്റ് വരിക്കാനാണ്, ഇവിടെ നിന്ന് തന്നെ അറസ്റ്റ് വരിക്കാനാണ് യുഡിഎഫ് നേതാക്കളുടെ തീരുമാനം. ഇത്തരത്തിൽ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം, അതൊരു വലിയ പോരാട്ടമായി തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കാനാണ് ഇപ്പോൾ യുഡിഎഫ് നേതാക്കളുടെ തീരുമാനവും. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം അത് ഇവിടെ തുടങ്ങുകയാണ്. അതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നതും. ദിവ്യ. ശരി, കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറുണ്ട്. അനീഷ്, അവിടെ ഉപരോധ സമരത്തിന് ആരാണ് നേതൃത്വം നൽകുന്നത്? ഇപ്പോൾ തന്നെ അണികളെല്ലാം അവിടെ എത്തിച്ചേർന്നു. ദിവ്യ, എറണാകുളത്ത് കളക്ട്രേറ്റിൽ, കാക്കനാടുള്ള കളക്ട്രേറ്റിലെ 5 ഗേറ്റുകളാണ് UDF പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ഗേറ്റുകൾ കൂടെയും ജീവനക്കാരെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. UDF കൺവീനർ ബെന്നി ബെഹനാനാണ് ഇന്നത്തെ ഈ യോഗം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുക. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഈ ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം ആന്ധ്രാപ്രദേശിലായതിനാൽ എത്താൻ കഴിഞ്ഞില്ല. PT തോമസ് MLA അടക്കമുള്ള നിരവധി പ്രമുഖ നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നു. 5 ഗേറ്റിലും വിവിധയിടങ്ങളിൽ നിന്നുള്ള MLAമാരും മറ്റ് പ്രമുഖ നേതാക്കളും ഉണ്ട്. എന്തായാലും ഈ കളക്ട്രേറ്റിലേക്ക് അധികം ജീവനക്കാർ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടില്ല. 9 മണി കഴിയുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഒരുപക്ഷെ എത്തിത്തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരാളെയും കളക്ട്രേറ്റിനുള്ളിലേക്ക് കടത്തിവിടില്ല എന്നാണ് UDF പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം അറിയാം. 11 മണിയോടെ തന്നെ നേതാക്കൾ അറസ്റ്റ് വരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദിവ്യ. കോഴിക്കോട് നിന്ന് വിനേഷ് കൂടിയുണ്ട്. വിനേഷ്, അവിടെ കളക്ട്രേറ്റ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഉപരോധ സമരം നടക്കുന്നതും. അവിടെ എത്ര മണിയോടുകൂടി ഉപരോധ സമരം ആരംഭിക്കും? അവിടെ ആരാണ് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകുന്നത്? ദിവ്യ, ഇവിടെ ഉപരോധ സമരം അല്പസമയം മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ പ്രമുഖ UDF നേതാക്കളെല്ലാം തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിലെയും അതുപോലെ മുസ്ലിം ലീഗിലെയും എല്ലാം തന്നെ നേതാക്കൾ രാവിലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാന ഗേറ്റിന് മുമ്പിലും അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള 2 ഗേറ്റാണുള്ളത്. ഈ 2 ഗേറ്റും പൂർണ്ണമായും UDF പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ്. ആരെയും ഒരു കാരണവശാലും അകത്തേക്ക്, ജീവനക്കാരെ ആരെയും തന്നെ കളക്ട്രേറ്റിനകത്തേക്ക് കടത്തിവിടില്ല എന്നു തന്നെയാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരോടും പൂർണ്ണ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാ സംഘടനകളോടും. അതുപോലെ തന്നെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി ആരംഭിച്ച ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. അതായത് കളക്ട്രേറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സ്തംഭിക്കാനുള്ളൊരു സാധ്യത അറിയണമെങ്കിൽ ഏകദേശം 9:30 ആവേണ്ടതുണ്ട്. കാരണം സർക്കാർ ജീവനക്കാരെല്ലാം തന്നെ ഈ കളക്ട്രേറ്റിലേക്ക് എത്തേണ്ടത് ഏകദേശം 9:00-ക്ക് ശേഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും കളക്ട്രേറ്റിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കും എന്ന് തന്നെയാണ് UDF നേതാക്കൾ പറയുന്നത്. ഇവിടെ T സിദ്ദീഖാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PA ശങ്കരൻ, പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. MK മുനീർ MLA ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് അറിയുന്നത്. 10 മണിയോട് കൂടിയായിരിക്കും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് നടക്കുന്ന ഉപരോധം ഉദ്ഘാടനം ചെയ്യുക. ദിവ്യ. കോഴിക്കോട് നിന്ന് S വിനേഷും കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികളിൽ സീറ്റ് ചർച്ചകൾ സജീവമാവുകയാണ്. UDFിൽ മാത്രമല്ല LDFിലും കോട്ടയം തർക്ക വിഷയമാവുകയാണ്. ജനതാദൾ എസ് മത്സരിക്കുന്ന മണ്ഡലം തിരിച്ചുവേണമെന്ന CPM ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമാണ് LDFിൽ തർക്കത്തിന് തുടക്കമിടുന്നത്. രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ ഒളിച്ചോടിയ ജോസ് കെ മാണി കബളിപ്പിച്ചുവെന്ന വികാരം വോട്ടർമാർക്കിടയിൽ ശക്തമാണെന്നും ഇത് മുതലെടുക്കാമെന്നുമാണ് CPM കണക്കുകൂട്ടുന്നത്. ജയസാധ്യതയില്ലെന്ന കണക്കുകൂട്ടലിലാണ് ജോസ് കെ മാണി ലോക്സഭാ കാലാവധി പൂർത്തിയാകും മുൻപ് രാജ്യസഭയിലേക്ക് ചേക്കേറിയത്. ജോസ് കെ മാണി വഞ്ചിച്ചുവെന്ന വികാരമാണ് മണ്ഡലത്തിലുള്ളത്. ഈ വികാരം മുതലെടുക്കാൻ CPM നേരിട്ടിറങ്ങിയാൽ എളുപ്പം സാധിക്കും. ഇങ്ങനെ കോട്ടയം തിരിച്ചു ചോദിക്കാൻ CPM ജില്ലാ നേതൃത്വത്തിന് കാരണങ്ങളേറെയാണ്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജനതാദൾ എസിൽ നിന്ന് സീറ്റ് തിരികെ വാങ്ങണമെന്ന ആവശ്യം ശക്തിപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ജനതാദളിലാണ്. അവർ ഈ പ്രാവശ്യം സീറ്റ് എടുക്കുന്നുണ്ടോ, അതല്ല CPIന് കൊടുക്കുകയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷി കൊടുക്കുകയാണോ? ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. സ്വാഭാവികമായി അവർ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്കതിലെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. സുരേഷ് കുറുപ്പ് 4 തവണ കോട്ടയത്ത് നിന്നും ലോക്സഭയിലെത്തിയിരുന്നു. രാജ്യസഭാ സീറ്റ് കോൺഗ്രസിൽ നിന്നും സമ്മർദ്ദത്തിലൂടെ കേരള കോൺഗ്രസ് എം നേടിയെടുത്തത് കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഈ സാഹചര്യവും അനുകൂലമാകും. ഇടതുമുന്നണിയുടെ മുഖ്യ പ്രചരണായുധവും ഇത് തന്നെ. അങ്ങനെ നമ്മളെ അവഹേളിച്ചുകൊണ്ടും വഞ്ചിച്ചിട്ടും രാജിവെച്ചു പോയി, മറ്റ് തൻ്റെ സുരക്ഷിതത്വം നോക്കിപ്പോയി ഇത്രയേറെ വെല്ലുവിളി. അവർ വീണ്ടും ജനങ്ങളെ കളിപ്പിക്കാൻ വന്നാൽ ജനങ്ങൾ സമ്മതിക്കുക. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പം തന്നെ ഇപ്പോഴും ഞങ്ങളത് ശരികരിച്ചുകൊണ്ടിരിക്കും. മണ്ഡലം തിരിച്ചെടുത്താൽ ആര് മത്സരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പൊതുസ്വീകാര്യൻ എന്നതാണ് പാർട്ടി പരിശോധിക്കുന്ന മറ്റൊരു നിർദ്ദേശം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ വിജയസാധ്യതയുണ്ടെന്ന് കരുതുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നാനുറച്ച് BJP നേതൃത്വം. കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ വിജയസാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയ 4 മണ്ഡലങ്ങൾക്കായി പ്രത്യേക തെരഞ്ഞെടുപ്പ് പദ്ധതി ഒരുക്കാനാണ് BJP നീക്കം. പാർട്ടി നേതാക്കളെ മത്സരിപ്പിക്കുന്നതിന് പകരം പരമാവധി പൊതു സ്വതന്ത്രരെ രംഗത്തിറക്കാനാണ് പദ്ധതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 ലക്ഷമോ അതിനടുത്തോ വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല ഉണ്ടാക്കിയ അനുകൂല സാഹചര്യങ്ങളും ചേരുമ്പോൾ ഇത്തവണ ഈ മേഖലയിൽ വിജയസാധ്യതയാണ് BJP നേതൃത്വം കാണുന്നത്. കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ സംസ്ഥാനത്തെ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയെന്ന് വിലയിരുത്തുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളാണിത്. ശബരിമല സമരം കൊണ്ട പശ്ചാത്തലത്തിൽ നടത്തിയ സർവേയിലാണ് ഈ വിലയിരുത്തൽ. വിജയസാധ്യത വിലയിരുത്തിയ മണ്ഡലങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയത്തിലും പതിവ് രീതി ഇത്തവണയുണ്ടാവില്ല. പാർട്ടി നേതാക്കളെക്കാൾ പൊതുസമ്മതരെ കണ്ടെത്താനാണ് ശ്രമം. ശബരിമല സമരത്തിന് പിന്നാലെ സംഘപരിവാറുമായി അടുത്ത പ്രമുഖരെയെല്ലാം BJP ലക്ഷ്യം വെക്കുന്നു. തിരുവനന്തപുരത്ത് ദേശീയ തലത്തിൽ നിന്ന് തന്നെ VIP സ്ഥാനാർത്ഥി എത്താനുള്ള സാധ്യതയും BJP കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയും ഇപ്പോഴത്തെ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങളും ചേരുമ്പോൾ ഇത്തവണ തീർച്ചയായും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാമെന്ന് തന്നെയാണ് BJPയുടെ അവസാനവട്ട പ്രതീക്ഷയും. ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി ആയതിനാൽ സംസ്ഥാനത്ത് നിന്ന് ഇത്തവണ അക്കൗണ്ട് തുറക്കേണ്ടത് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അഭിമാന പ്രശ്നമാണ്. തിരുവനന്തപുരത്തു നിന്നും TG സജിത്ത്, ന്യൂസ് 18. അമൃതാനന്ദമയിക്കെതിരെയുള്ള വിമർശനം കടുപ്പിച്ച് CPM. RSS പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുത്തത് തെറ്റായിപ്പോയെന്നും മഠം രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നും കോടിയേരി പറഞ്ഞു. സന്യാസിമാരെയും മഠാധിപതിമാരെയും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് കേരളത്തെ ഗുജറാത്താക്കി മാറ്റാനാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. അമൃതാനന്ദമയിയെ അധിക്ഷേപിച്ചെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വിമർശനം ആവർത്തിച്ചത്. ആ പരിപാടിയിൽ മാതാ അമൃതാനന്ദമയ്യെ പോലുള്ള ഒരു മഹത് വ്യക്തി പങ്കെടുക്കുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത് വ്യക്തികൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ, നമ്മളതിനെ എതിർക്കാതിരുന്നാൽ എന്ത് ധരിക്കും? മാതാ അമൃതാനന്ദമയി എടുത്ത നിലപാടാണ് ശരി എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കും. 11 വർഷം മുമ്പ് സ്ത്രീ പ്രവേശനത്തെ പിന്തുണച്ച അമൃതാനന്ദമയി ഇപ്പോൾ നിലപാട് മാറ്റിയത് RSS പറഞ്ഞിട്ടാണോ എന്നും കോടിയേരി. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ട് പോയാൽ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത്. മാതാ അമൃതാനന്ദമയി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിണിയല്ലേ?
മാതാ അമൃതാനന്ദമയ്യയുടെ അടുത്ത് എല്ലാ പ്രായപരിധിയിലുംപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും സന്ദർശിക്കാറില്ലേ? എന്നിട്ട് ബ്രഹ്മചര്യത്തിന് വല്ല അപകടവും സംഭവിച്ചോ? അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത TP സെൻകുമാറിനെയും ചിദാനന്ദപുരിയെയും കോടിയേരി വിമർശിച്ചു. അയ്യപ്പ സംഗമം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഗമമായി മാറ്റിയെന്നും സ്വാമിമാരെ കൊണ്ട് രാഷ്ട്രീയം പറയിച്ചെന്നും കോടിയേരി. മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിമാർക്കെതിരായും സ്വാമിജി ആക്രോശിക്കുന്നത് കണ്ടില്ലേ? ഇതാണോ സ്വാമിമാരുടെ പരിപാടി? രാഷ്ട്രീയ പ്രസംഗ പരിപാടിയാണോ സ്വാമിമാർ ഏറ്റെടുത്തിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗമാണ് ചിദാനന്ദപുരി സ്വാമി നടത്തിയത്. അമൃതാനന്ദമയി RSSുമായി അടുക്കുന്നത് BJPക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് തുടക്കത്തിലെ അത് പ്രതിരോധിക്കാനുള്ള CPM ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. 2 വർഷം മുൻപ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച നാളികേര പാർക്കുകൾ ഇനിയും യാഥാർത്ഥ്യമായില്ല. കോഴിക്കോട് ജില്ലയിൽ 2 നാളികേര പാർക്കുകൾ പ്രവർത്തനം തുടങ്ങിയെന്ന കൃഷിവകുപ്പിന്റെ വിശദീകരണം തെറ്റാണെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സംസ്ഥാനത്ത് അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് 500 കോടി രൂപ വകയിരുത്തിയെന്നാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. ഇതനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി, കൂത്താളി എന്നിവിടങ്ങളിൽ നാളികേര പാർക്കുകൾ പ്രവർത്തനം തുടങ്ങിയെന്ന് കൃഷിവകുപ്പ് വെളിപ്പെടുത്തുകയും ചെയ്തു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോഴായിരുന്നു കൃഷിവകുപ്പ് ഡയറക്ടറുടെ രേഖാമൂലമുള്ള മറുപടി. നാളികേര പാർക്ക് കാണാൻ ഞങ്ങൾ വേങ്ങേരിയിലെ മൊത്ത വിപണന കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു. നാളികേര പാർക്ക് തിരഞ്ഞു നടന്നെങ്കിലും അങ്ങനെയൊരു കെട്ടിടം പോലും കാണാനായില്ല. പാർക്കിനെ കുറിച്ച് കച്ചവടക്കാരനോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഇവിടെ കോക്കനട്ട് പാർക്ക് തുടങ്ങിയില്ല, നമ്മളെ അറിവിലില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ രാവിലെ വരികയും വൈകുന്നേരം പോവുകയും ചെയ്യുന്ന ആളാണ്. ഇവിടെ കോക്കനട്ട് പാർക്ക് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ കണ്ടു. അവരും കൈമലർത്തി. PA-നായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ സാധനം കിട്ടിയിട്ടില്ല എന്നുള്ള മറ്റാണ് PA പറഞ്ഞത്. ഫണ്ട് ഇപ്പോൾ അഡീഷണൽ ഡയറക്ടറെ വിളിച്ചപ്പോഴും പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ ഞാനല്ല അത് പറയേണ്ട ആൾ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കൂത്താളിയിലും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു. ഇതിനൊപ്പം പ്രഖ്യാപിച്ച മറ്റ് അഗ്രോ പാർക്കുകളും തദൈവ. 3 വർഷത്തിനിടെ ഒരെണ്ണം പോലും തുടങ്ങാനായില്ലെന്ന് ചുരുക്കം. ബജറ്റിൽ പ്രഖ്യാപിച്ച 6 അഗ്രോ പാർക്കുകളിൽ 2 നാളികേര പാർക്കുകൾ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖയിലുള്ളത്. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഒരു പാർക്കും തന്നെ എവിടെയും ആരംഭിച്ചില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ അരവിന്ദിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. താൽക്കാലിക നിയമന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ KSRTC നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നറിയിച്ച് KSRTC കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നിലവിൽ പ്രതിമാസം 110 കോടി രൂപ നഷ്ടത്തിലാണ് പ്രവർത്തനമെന്നും ഉത്തരവ് നടപ്പാക്കിയാൽ 420 കോടിയോളം അധിക ബാധ്യത വരുമെന്നുമാണ് കോർപ്പറേഷൻ വാദം. കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിരുന്നു. നഷ്ടത്തിലാണെങ്കിൽ KSRTC അടച്ചുപൂട്ടണമെന്ന് സുപ്രീംകോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. അതിനിടെ KSRTC തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്കിനെതിരായ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ കേസ് പരിഗണിച്ച കോടതി പണിമുടക്ക് സ്റ്റേ ചെയ്യുകയും തൊഴിലാളികളോട് ചർച്ചയിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ചർച്ചയുടെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാൻ സർക്കാരിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിന്റെ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്ന് ആരംഭിച്ചേക്കും. ജസ്റ്റിസുമാരായ UU ലളിത്, MR ഷാ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്തിമവാദം കേൾക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിലെ അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ കത്ത് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. നവംബർ 25-നാണ് ഗോപാൽ സുബ്രഹ്മണ്യം കത്ത് കൈമാറിയത്. വ്യക്തിപരമായ അസൌകര്യം കാരണം അമിക്കസ് ക്യൂറി സ്ഥാനം ഒഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. പുരി ജഗന്നാഥ ക്ഷേത്ര കേസിലും ഗോപാൽ സുബ്രഹ്മണ്യം അമിക്കസ് ക്യൂറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ശബരിമല ദർശനം നടത്താൻ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് 4 യുവതികൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കണ്ണൂർ സ്വദേശിനികളായ രേഷ്മ നിശാന്ത്, ഷനില സജീഷ്, സൂര്യ, ധന്യ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സുരക്ഷിതമായി ദർശനം നടത്താൻ അവസരമൊരുക്കണമെന്നും നേരത്തെ ശബരിമല ദർശനത്തിന് പോകാൻ ശ്രമിച്ചവർക്കെതിരെ സംഘടിത ആക്രമണമുണ്ടായെന്നും ഹർജിയിൽ യുവതികൾ ആരോപിക്കുന്നു. ശബരിമലയിലെത്തുന്ന യുവതികൾക്ക് ദർശനത്തിനായി 2 ദിവസം മാറ്റിവെക്കാവുന്നതാണെന്ന നിലപാടാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്. യുവതികൾക്ക് ശബരിമലയിൽ പോകാനുള്ള ഭരണഘടനാപരമായ അവകാശം പോലെ സുരക്ഷയും പ്രധാനപ്പെട്ടതാണെന്നായിരുന്നു കോടതിയെ അറിയിച്ചിരുന്നത്.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്തുവെന്ന അവകാശവാദത്തിൽ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയെ തുടർന്ന് പൊതുസമൂഹത്തിൽ ഭീതി പടർത്തിയെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. എന്നാൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്തുവെന്ന് അവകാശപ്പെട്ട സയ്യിദ് ഷൂജയുടെ പേര് എഫ്ഐആറിൽ പരാമർശിക്കുന്നില്ല. അതേസമയം ആരോപണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ്. ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിവാദം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണവുമാണ് ബിജെപിയുടെ മറുവാദം. വിവാദ കമ്പ്യൂട്ടർ വിദഗ്ധൻ സയ്യിദ് ഷൂജ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. തുടരുന്നു ഫ്ളാറ്റ് തട്ടിപ്പ്. ഫ്ളാറ്റ് തട്ടിപ്പിൽ ആരോപണം നേരിടുന്ന സ്ഥാപനം വീണ്ടും വാഗ്ദാനം നൽകി ആളുകളെ വലയിലാക്കുന്നു. പണം നൽകി വർഷങ്ങളായവർക്ക് പോലും ഫ്ളാറ്റ് നൽകാൻ കഴിയാത്ത കാക്കനാട്ടെ ജെയിൻ ഗ്രൂപ്പാണ് വീണ്ടും മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത്. എറണാകുളം ഇൻഫോ പാർക്കിന് സമീപം ജെയിൻ ഗ്രൂപ്പിന്റെ 8 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായത് 2 മാത്രം. 13 വർഷം മുൻപ് മുഴുവൻ തുകയും നൽകിയവർക്ക് പോലും ഇനിയും ഫ്ളാറ്റുകൾ ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ജെയിൻ ഗ്രൂപ്പിന്റെ വാഗ്ദാനങ്ങൾക്ക് കുറവില്ല. പരാതിക്കാർ ഏറെയുള്ള അതേ പ്രൊജക്ടിൽ ഫ്ളാറ്റ് ആവശ്യപ്പെട്ട് ജെയിൻ ഹൌസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ പണം നൽകിയാലുടൻ രജിസ്ട്രേഷൻ എന്ന് വാഗ്ദാനം. ഫയർഫോഴ്സിൽ നിന്ന് NOC 3 മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നും കൊച്ചിയിലെ ജെയിൻ ഹൌസ് ഗ്രൂപ്പ് അധികൃതർ പറയുന്നു. നമ്മുടെ ഫ്ളാറ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ അത് മാഡത്തിന്റെ സ്വന്തമായി മാറുന്നു. ഒരേ ഒരു ഇത് വന്നാൽ നമ്മുടെ ഒരു അപ്രൂവൽ കിട്ടാനുണ്ട്. ഫയറിന് പറഞ്ഞിട്ട് ഫയറിന്റെ അപ്രൂവൽ കിട്ടിയ ഒരു മാക്സിമം 1.5 month. അപ്പോൾ ആ ഒരു ടൈം ബീസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എമൗണ്ട് തരുമ്പോ എങ്ങനെയാ ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? രജിസ്ട്രേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രജിസ്ട്രേഷൻ നമുക്കൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് ഫ്ളാറ്റ് നമ്പറോ അനുബന്ധ രേഖകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന് ഉപഭോക്താക്കൾ പരാതിയുമായി എത്തിയ ഫ്ളാറ്റിനെ കുറിച്ചാണ് ഈ അവകാശവാദം. ഉപഭോക്താക്കളുടെ പരാതികൾ ജെയിൻ ഹൌസ് ഗ്രൂപ്പ് നിഷേധിക്കുകയാണ്. ഫ്ളാറ്റിനായി ബുക്ക് ചെയ്തവർക്ക് കൃത്യസമയത്ത് ഫ്ളാറ്റ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞ അധികൃതർ പക്ഷേ അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറായില്ല. ലക്ഷങ്ങൾ നൽകി വർഷങ്ങളായിട്ടും ഉപഭോക്താക്കൾക്ക് ഇനിയും ജെയിൻസ് ഗ്രൂപ്പ് ഫ്ളാറ്റുകൾ നൽകിയിട്ടില്ല. എന്നാൽ നിലവിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. ഹീര ഗ്രൂപ്പിന്റെ പലിശരഹിത നിക്ഷേപ തട്ടിപ്പിന് പ്രവാസികളും ഇരയായി. ഇന്ത്യയിലെ ബിസിനസ് വളർച്ച ബോധ്യപ്പെടുത്തിയ ശേഷമായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ഹീര ഗ്രൂപ്പ് ഉടമ നൌഹീരയ്ക്കെതിരെ തെലങ്കാന പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. സ്വർണ്ണക്കട്ടകളുടെയും സ്വർണ്ണത്തരികളുടെയും ബിസിനസ്സിലൂടെ കോടികൾ ലാഭം കൊയ്തുവെന്ന് പ്രചരിപ്പിച്ചാണ് പ്രവാസികൾക്കിടയിൽ ഹീര ഗ്രൂപ്പ് ഇടപാടുകൾ നടത്തിയത്. വിശ്വാസ്യത ഉറപ്പിക്കാൻ വിവിധ രാജ്യങ്ങളിൽ ഓഫീസുകളും തുറന്നു. ഇസ്ലാമികമായ ബിസിനസ്സിലൂടെ 40 മുതൽ 60% വരെ ലാഭവിഹിതമെന്ന വാഗ്ദാനമാണ് ആളുകളെ ആകർഷിച്ചത്. കേരളത്തിലെ ഹീര ഗ്രൂപ്പിന്റെ തട്ടിപ്പുകൾ പുറത്തുവന്നതോടെയാണ് പണം നഷ്ടപ്പെട്ട പ്രവാസികളും നാട്ടിലുള്ള നിക്ഷേപകരുമായി ബന്ധപ്പെട്ടത്. പണം നൽകിയതിന് തെളിവായി നിക്ഷേപകരുടെ കയ്യിൽ ആകെയുള്ളത് ഹീര ഗ്രൂപ്പ് നൽകിയ യൂണിറ്റ് പർച്ചേസ് രസീത് മാത്രമാണ്. നിലവിലെ പരാതിക്കാരായ 17 പേർക്ക് പുറമെ തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകൾ ഹീര ഗ്രൂപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവസാനം പറയുന്നത് പൈസ കിട്ടും, 3 മാസം കൂടുമ്പോൾ തരും. ഞങ്ങൾ സ്കീം മാറ്റിയിട്ടുണ്ട്. ഇതുവരെ ഓരോ മാസം ബെനിഫിറ്റ് വരുന്നത് ഇനി മുതൽ 3 മാസം കൂടുമ്പോഴേ ബെനിഫിറ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ടും ഇപ്പം 9 മാസമായി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് അവൾ അറസ്റ്റ് ചെയ്ത്. അതിനിടെ ഹീര ഗ്രൂപ്പ് ഉടമ നൌഹീര ഷെയ്ഖിനെതിരെ തെലങ്കാന ചന്ദ്രായനഗുട്ട പോലീസ് പുതിയ കേസെടുത്തു. പ്രൊട്ടക്ഷൻ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമാണ് പുതിയ FIR. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്.